അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ദ ന്യൂ സെഷൻ. അല്ലെ, നമ്മൾ ഓരോ ദിവസവും പറയുന്ന പോലെ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ്, പുതിയ പുതിയ സംഭവങ്ങൾ അറിയാനാണ്. അല്ലെ, ഇന്ന് എന്തും പറയാറുള്ളതാണ്, എങ്കിലും ഓരോ ദിവസവും എന്നെ തന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് പ്രപഞ്ചം ഓരോ മിറാക്കിളുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഏറെ എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ കൃത്യമായി അറിയില്ല. അപ്പം ഞാൻ ഈ വാക്കുകൾ ഇവിടെ വന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ടു എവരി വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സായംകാലം ആശംസിച്ചുകൊണ്ട് ഇന്ന് നടന്ന ചില മിറാക്കിളുകളെ ഞാനൊന്ന് ആദ്യം ഷെയർ ചെയ്യാം. നമ്മൾക്ക് ഇന്നലത്തെ ക്ലാസ്സിന് ശേഷം സംഭവിച്ച മിറാക്കിളുകളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മിറാക്കിളുകളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. കാരണം അതൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ്. അത് എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ തന്നെ കൺഫ്യൂഷൻ. പ്രപഞ്ച സത്യങ്ങൾക്ക് നന്ദി, പ്രപഞ്ച എന്താ പറയുക, സർവേശ്വരന് നന്ദി, അതുപോലെ എല്ലാ സർവ്വചരാചരങ്ങൾക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത്, നിങ്ങൾ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. നന്ദി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് രണ്ട് പദത്തിൽ ഒതുക്കാവോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അതിനേക്കാളും ഡെപ്തുള്ള ഒരു പദം മലയാളത്തിൽ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അത് നന്ദി 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 എന്ന് മാത്രം പറയാനുള്ളത്. കാരണം കുറേ കാരണങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്നലത്തെ വീഡിയോ നമ്മൾ 1 മണിക്കൂർ ഇവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ആ പ്രാക്ടീസിന്റെ വീഡിയോസ് 24 മണിക്കൂർ, അതായത് ശരിക്കും ഇന്ന് രാവിലെ 7 മണിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ ഈ സമയം കൊണ്ട് 10,000 വ്യൂസ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ 1000 ആൾക്കാരാണ് കമന്റ് മാത്രം ചെയ്തത്. അതിലധികം ആൾക്കാർ ഇന്ന് പുതിയത് കാണുന്ന ആൾക്കാരാണ്. ഇന്ന് എന്നോട് കണക്ട് ചെയ്യാനായിട്ട് ചോദിച്ച ആൾക്കാരുടെ എണ്ണം വിശ്വസിക്കാൻ പറ്റില്ല. 45 ആൾക്കാരാണ് സാറിനോട് സംസാരിക്കണമെന്നും പറഞ്ഞു വന്നത്. ഇത്രയും ആൾക്കാരെ സംസാരിക്കാനൊന്നും എൻ്റെ കയ്യിൽ കപ്പാസിറ്റി ഇല്ല, സമയമില്ല. എങ്കിലും പറ്റുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ പ്രതിവിധി പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ഇന്ന് എൻ്റെ ജോലിയുടെ ഓഫീസിൽ തിരക്കിൻ്റെ ഇടയിലും 10 പേരോടാണ് സംസാരിച്ചത്. ഒരാളുടെ മിനിമം കേട്ട് വരുമ്പോൾ 1 മണിക്കൂർ കഴിയും. അപ്പൊ ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും, ഏത് രീതിയിലേക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്രയും ആൾക്കാര്, എല്ലാവർക്കും നമുക്കുള്ള ഏക വിഷയം, എല്ലാവർക്കും സങ്കടങ്ങളാണ്. അത് അവരുടെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ വ്യക്തമായി കേൾക്കുക, അതിനൊരു പ്രതിവിധി പറയുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകമായ പോംവഴി. അല്ലാതെ നമുക്ക് ഒരാളെയും ഇപ്പോൾ മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഒരാളെയും നമുക്ക് ആ മനസ്സിന്റെ വേദന അല്ല എന്നോ ഇല്ല എന്നോ ഒന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ടാവുന്ന ചില കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെനിക്ക് സർവേശ്വരൻ എല്ലാ അനുഗ്രഹം നൽകുന്നു എന്നുള്ള തെളിവാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഈ സമയത്ത് വന്നിരിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് കാണുന്നത്. ഞാനത് നൽകാൻ തയ്യാറാവുന്നു. പിന്നെ 1-2 കാര്യങ്ങൾ എന്ന് ഞാൻ വായിച്ചത് യൂട്യൂബിൽ, ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ പോകുമ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടത്. കാരണം എൻ്റെ അഡ്മിന്മാർ ഇന്നും വളരെ തിരക്കായിരുന്നു, അതുകൊണ്ട് അവരാരും സ്ക്രീൻഷോട്ട് അയച്ചു തന്നില്ല. ഞാൻ 2-3 കാര്യം, പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒന്ന് നോക്കാമെന്നത് ഇപ്പോൾ കണ്ടില്ല. 2 പേര് പറഞ്ഞത്, ഒരു സഹോദരി പറഞ്ഞത് രാവിലെ, ഇന്നലത്തെ അത് കഴിഞ്ഞപ്പോൾ രാവിലെയാണ് യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തു. ഒന്ന്, കറണ്ട് കിട്ടുന്ന കാര്യം വെറുതെ മാനിഫെസ്റ്റ് ചെയ്താണ്. കുറേ ദിവസങ്ങളായി അവർ ഇലക്ട്രിസിറ്റി KSEBിയുടെ കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ വീട് എല്ലാം പണി കഴിഞ്ഞു, പക്ഷെ വീട്ടിൽ താമസിക്കാൻ കറണ്ട് കിട്ടിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഈ യൂട്യൂബ് വീഡിയോ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടുന്നതും ആ വീട്ടിൽ താമസിക്കുന്നതുമായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ വിശ്വസിക്കണം എന്നില്ല, 1 മണിക്കൂറിനകത്ത് അവർക്ക് ആ വീട്ടിൽ കറണ്ട് കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത ഒരു സഹോദരി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി പറഞ്ഞത്, എനിക്ക് വലിയ പണത്തിനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. സാറ് പറയുന്ന പോലെ ആ കപ്പാസിറ്റി എനിക്ക് വളരാത്തതുകൊണ്ട് ഞാൻ ചെറിയ പണത്തെ ആഗ്രഹിച്ചു. 5,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ വരണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ക്രെഡിറ്റ് ആയി. അത് കിട്ടാനുള്ള പൈസ ആയിരിക്കാം കേട്ടോ, നമ്മൾ അങ്ങനെ ശൂന്യതയിൽ നിന്ന് വരുന്ന പൈസ ആയിരിക്കില്ല, അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പൻസേഷൻ ആവാം, എന്താണോ അവർക്ക് അർഹപ്പെട്ട പൈസ. 10,000 രൂപ കിട്ടിയെന്നും അതോടൊപ്പം തന്നെ ഒരു സഹോദരി പറഞ്ഞു, ഒരിക്കൽ പോലും കിട്ടില്ല എന്ന് കരുതി കടം കൊടുത്ത 2,500 രൂപ ഒരിക്കലും കിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ എഴുതി തള്ളിയ 2,500 രൂപ ഉച്ചയാകുമ്പോഴേ 11 മണിയാകുമ്പോഴേക്ക് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു, എൻ്റെ പൈസ കിട്ടി, അതുകൊണ്ട് എനിക്ക് തരാനുള്ള കാശ് തന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പൈസയാണ്.
കിട്ടിയെന്ന് ഞാൻ അതിന്റെ വോയിസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കേൾക്കാം, വേണമെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യാം. പിന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. അത് ഗ്രൂപ്പിൽ എനിക്ക് വന്നാൽ. അതുപോലെ തന്നെ യൂട്യൂബിൽ 2 കമന്റ് കഴിഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഒന്ന് യൂട്യൂബിന്റെ 1000 കമന്റുകളിൽ ഏതോ 2 കമന്റുകൾ ഇതുപോലെ തന്നെ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് 2 പേര് ഇട്ടിരുന്നു. അപ്പോൾ സംഭവം പറഞ്ഞ ഇത്രയാണ്, എന്തോ ഒരു ശക്തി വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അത് ഞാൻ ഇന്നലെ ചെയ്ത പ്രക്രിയയോ ഒന്നുമല്ല. ഞാനതിന്റെ ജസ്റ്റ് അതിന്റെ ഒരു എക്സ്പെരിമെന്റ് മാത്രം ചെയ്തു വന്നത്. പക്ഷെ അതിന്റെ വിഷ്വലൈസേഷനും അതിന്റെ കൃത്യമായി നേടിയതും നിങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ് സർവ്വവുമായി അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും. ഞാൻ ജസ്റ്റ് അതിനെ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണണമോ കാണണ്ടയോ, എന്ത് കാണണം എന്നുള്ള എല്ലാം തീരുമാനിക്കുന്നത് കണ്ണിന്റെ കഴിവാണ്, അവനവന്റെ കണ്ണിന്റെ കഴിവാണത്. അത് മറ്റൊരാൾക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വിളക്ക് മാത്രമേ കൊളുത്തി വെച്ചുള്ളൂ. ആ വിളക്കിന് നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നും സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ. നിങ്ങളുടെയൊക്കെ അനുഭവിക്കുന്ന ജീവിതത്തിൽ, നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ട നഷ്ട ദുരിത ഫലങ്ങളെല്ലാം മാറ്റി നിർത്തി അതെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന ജീവിതം മാത്രം നിങ്ങൾക്ക് സംജാതമാവട്ടെ. അത് മാത്രം സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പോയിന്റിലേക്ക് വരാം. ഇന്ന് പറയാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ തീരുമാനിച്ചു എന്നതും ഇത് തന്നെയാണ്. കാരണം നമ്മൾ എന്താണോ ഇന്നലെ എക്സ്പെരിമെന്റ് ചെയ്തത് അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത്. പലരും എന്നെ നേരിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ അനുഭവിച്ചതുമായ കാര്യം പലരും പറയുന്ന, സാറേ ഞാൻ ചിന്തിച്ചതൊന്നും സംഭവിക്കുന്നില്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, സംഭവിക്കുന്നതെല്ലാം മറിച്ചാണ് എന്ന് പറയുകയും അവരെയൊക്കെ ഞാൻ ഒന്നുകൂടി ക്രോസ് അവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് തന്നെയാണ് സംഭവിക്കുന്നത്, ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ നിങ്ങൾ എന്താണോ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യത്തിന്റെ നേരെ വിപരീതമായ കാര്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും. ഇത് ഞാൻ ഓരോ ആളുടെയും വാക്കുകളുടെ ഇടയിലൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ വാക്കുകളുടെ ഇടയിലെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ചതല്ലല്ലോ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലല്ലോ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്, അവരെങ്ങനെയാണ് ഇത് മാറ്റുന്നതെന്നത്. ആ ടെസ്റ്റ് നിങ്ങൾക്കായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു തരണോ? വേണമെന്ന് പറയുന്നവർ പറഞ്ഞു. എത്ര പേര് എൻഗേജ് ചെയ്തു? ഇന്ന് റെഡി പറഞ്ഞില്ല, നമ്മൾ മറന്നല്ലേ? നമ്മൾ ആദ്യം റെഡി പറയാൻ മറന്നുപോയി എല്ലാവരും അല്ലേ? ഞാൻ റെഡി പറയാതെ എൻ്റെ ആ ഒരു ആങ്സൈറ്റിയിൽ ഞാൻ വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആരും റെഡി പറഞ്ഞില്ല ഇന്നത്തെ ക്ലാസ്സിനല്ലേ? സോറി ടു സേ. യെസ്, ഓക്കെ, ഇനി റെഡി വേണ്ട, ഇനിയിപ്പോ യെസ് പറഞ്ഞോളൂ. വേണ്ടവർ ആ ഐഡിയ ആവശ്യമുള്ളവർ, ഇത് 100 മില്യൺസ് വിലയുള്ള ഒരു ഐഡിയ ആണ്, പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. വേണ്ടവരെ ലെസ് പറയും, എല്ലാവരും പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരാള് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. ഈ ടെക്നിക്ക്, ഇങ്ങനെ കൊടുക്കുന്ന ടെക്നിക്കാണ് ഞാൻ കാശ് മേടിക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോൾ നിങ്ങൾ തരുന്നത്, നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഇവിടെ ഷെയർ ചെയ്തെന്നാൽ എനിക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണ് പോകുന്നതെന്ന് ഓർമ്മ വേണം അല്ലേ? അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് അതിനനുസരിച്ചാണ് ഞാൻ തരുന്നത് കേട്ടോ. മറക്കരുത്, ഉപയോഗിക്കണം. റെഡിയല്ലേ? ഉപയോഗിക്കാൻ റെഡിയാണല്ലോ അല്ലേ? യെസ്, തീർച്ചയായും നിങ്ങൾക്ക് അത് ഇന്ന് തന്നിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എന്താണ് എന്നറിയണ്ടേ? എന്നിട്ട് തന്നാ പോരെ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുള്ളൂ. ഇന്നത്തെ ക്യാപ്ഷൻ നമുക്ക്, ചിന്തിക്കുന്നത് സംഭവിക്കില്ല എങ്കിൽ സംഭവിക്കേണ്ടത് ചിന്തിച്ചാൽ പോരെ. വാക്കുകൾ ഇങ്ങനെ കറക്കി പിടിക്കുക അല്ലേ? നിങ്ങൾക്ക് ആർക്കും ചിന്തിച്ചത് സംഭവിക്കുന്നില്ല അല്ലേ? റെഡി അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? യെസ് ഓർ നോ? ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, നമ്മൾ പലപ്പോഴും വിചാരിച്ചത് സംഭവിക്കുന്നില്ല. യെസ് ഓർ നോ? താങ്ക് യു. വിചാരിച്ച് സംഭവിക്കുന്നില്ല. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ചിന്തിക്കുന്നത് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ വിചാരിക്കുന്നത്, സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ വിചാരിക്കുന്നത് സംഭവിക്കുന്നില്ല അല്ലെ? ഈ വിചാരവും ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ടേ, അത് ഞാൻ പിന്നൊരു ദിവസം പറഞ്ഞുതരാം. അത് വാക്കുകളുടെ ഇടയിലുള്ള ഒരു വിഷയമാണ്, രണ്ടും തമ്മിൽ.
അപ്പൊ എല്ലാവരും ശരിയല്ലേ? കാരണം കുറച്ച് ആൾക്കാരെ പറയുന്നുള്ളൂ, എല്ലാവർക്കും അത് അങ്ങനെയല്ലേ? ചിന്തിക്കുന്നത്, വിചാരിക്കുന്നത് സംഭവിക്കുന്നില്ലല്ലോ. എന്നാൽ നമുക്ക് ഒരു ടെസ്റ്റ് നടത്തി കളയാം. നിങ്ങൾ ചിന്തിക്കുന്നത് സംഭവിക്കുന്നു നോക്കാം. റെഡി? എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഒരു ടെസ്റ്റ് നടത്തി കളയാം. ഇന്ന് 2-3 ടെസ്റ്റുകൾ ഉണ്ടാവേ. ചിന്തിക്കുന്നത് കാണുന്നു നോക്കാം, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു നോക്കാം. ആദ്യം വിഷ്വലൈസേഷൻ ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? എല്ലാം റെഡിയാണോ? കുറെ ആൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയടിക്കും. ഇതുവരെ ഇരുന്നൊന്നും ഇരുത്തല്ല, എന്നാണ് ഇരിക്കുന്നത്. ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ദിനേശ് സാറിന്റെ ക്ലാസ്സിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു പുസ്തകവും ഒരു പേനയും ഒരു ഇരിപ്പിടവും തയ്യാറാക്കണം. ഇതില്ലാതെ ദയവ് ചെയ്ത് വരരുത്. ഷിബുജി, അത് പോയിന്റാണ്. കുറച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് ശരിയാക്കാം. എല്ലാം റെഡിയാണല്ലോ അല്ലെ? അപ്പോ ചിന്തിക്കാൻ തുടങ്ങാം. നമുക്ക് വിചാരിക്കാം ചില കാര്യത്തെ. ഒന്ന് കണ്ണടക്കുക, എല്ലാവരും ഒന്ന് കണ്ണടക്കുക. അവിടെ യുക്തിക്കൊന്നും യാതൊരു പ്രാധാന്യമില്ലെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യം മാത്രമേ ചിന്തിക്കാവൂ. അത് മാത്രം നീ ചിന്തിക്കുക. അത് കണ്ണിന് മുന്നിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ യുക്തി ഒന്നും കണക്ട് ചെയ്യേണ്ട, അതിബുദ്ധി ഒന്നും കാണിക്കണ്ട. എല്ലാവരും ബുദ്ധിയൊക്കെ തൽക്കാലം ഒഴിവാക്കി വെച്ചേക്ക്. തൽക്കാലം ദിനേശ് സാറിന് മുമ്പിൽ ഒന്ന് സാർ എന്തോ പറയുന്നത് അതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇത്ര ചെറിയ ടെസ്റ്റ് ആട്ടോ, 1 മിനിറ്റ് കൊണ്ട് ചെയ്തു. റെഡിയല്ലേ? കണ്ണടച്ചു. നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഒരു പിങ്ക് കളർ ആന വന്ന് നിൽക്കുകയാണ്. പിങ്ക് കളർ ആന കണ്ണിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നല്ല സുന്ദരനായ, സുമുഖനായ, നല്ലൊരു പിങ്ക് കളർ ആന. നിങ്ങളതിനെ കാണുകയാണ്, നിങ്ങളതിന് തലോടുകയാണ്. അത് നല്ല സ്നേഹത്തോടെ നിങ്ങളതിനെ നോക്കി കണ്ട് തലോടുകയാണ്. എല്ലാം കറക്റ്റാണ്. തലോടുകയാണ്. നല്ല സുന്ദരനായ പിങ്ക് കളർ ആനയാണ്. റെഡി? ഓക്കെ, ടെസ്റ്റ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എത്ര പേര് പിങ്ക് കളർ ആനയെ കണ്ടു? പറഞ്ഞു, ടൈപ്പ് ചെയ്തേ. ഐ ഐ ഐ ഐ എന്ന്, അല്ലെങ്കിൽ ഐ നോ മീ 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 എന്ന് പറഞ്ഞു. എത്ര പേര് പിങ്ക് കളർ ആനയെ കണ്ടു? കണ്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞു ബുദ്ധി ഉപയോഗിക്കരുത്. ഇത് ബുദ്ധി ഉപയോഗിച്ചോണ്ടാ കാണാത്ത. യെസ് 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 യെസ്. കണ്ടില്ല. എന്തേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളോട് ഇവിടെ എല്ലാം കണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് കണ്ടോ? നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി കണക്ട് ചെയ്തോ? ബുദ്ധിപരമായി നീങ്ങി. നിങ്ങളെ ഇൻറ്റ്യൂഷനെ അല്ല, നിങ്ങളുടെ ആവശ്യത്തെ അല്ല നിങ്ങൾ നോക്കിയത്. ബുദ്ധിപരമായി നീങ്ങി. പിങ്ക് കളർ ആന ഉണ്ടാവില്ല, ബ്ലാക്ക് കളറേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ കാണില്ല അല്ലേ? എന്താ ഇതിനകത്ത് കാര്യമുള്ളേ? ഒരു പിങ്ക് കളർ ആനയെ കണ്ടാൽ നമുക്ക് എന്താ നഷ്ടപ്പെടുക? അപ്പോൾ എന്റെ ബുദ്ധിയെ ഞാൻ, അപ്പോൾ അവിടെ പ്രധാനം നിങ്ങളുടെ ചിന്തകളാണോ പ്രധാനം, നിങ്ങളുടെ ബുദ്ധിയാണോ പ്രധാനം? ഇനി ഞാനൊന്നും പറയണ്ടല്ലോ. എനിക്ക് 1 കോടി രൂപ വേണം, നടക്കൂല. ബുദ്ധി പറയുന്നു, എങ്ങനെ, എവിടുന്ന് വരും? നീ എന്ത് ചെയ്തിട്ടാണ് വരുന്നത്? നിനക്ക് എങ്ങനെ കിട്ടാനാണ്? നിനക്ക് കൊടുക്കാനുള്ള കൊടുത്തു തീർന്നില്ല, പിന്നെ എങ്ങനെ കിട്ടും? ബുദ്ധി കയറി അവിടെ വർക്ക് ചെയ്യും, അപ്പൊ കിട്ടില്ല, പിന്നെ ഇമാജിനേഷൻ ഇല്ല. ഇതിപ്പോ ഒരാൾക്ക് പിങ്ക് കളർ ആണ്, നിങ്ങൾ ബ്ലാക്ക് കളർ ആണ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടുവെച്ച സാധനമല്ലേ ലോകത്ത്. നിങ്ങൾ കണ്ടത് മാത്രമേ ലോകത്തുള്ളൂ. അങ്ങനത്തെ അല്ലല്ലോ ലോകമുള്ളത്. നിങ്ങൾ കാണാത്ത എന്തൊക്കെ ലോകത്തുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഉണ്ടാകൂ, ബ്ലാക്ക് കളറേ ആനയുള്ളൂ ലോകത്ത്. നമ്മളെ പരിമിതമായ ചിന്തകൾ കൊണ്ട്, നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ലോകത്തെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാതെ ഒന്നുമില്ല അവിടെ. പിന്നെ ഞാനിവിടെ കിടന്ന് വിഷ്വലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വല്ല കാര്യം ഉണ്ടാവും. ഒരു കാറ് മേടിക്കണം, ഞാൻ വിഷ്വലൈസ് ചെയ്യണം, കാറ് മേടിക്കണം, കാണില്ല കാറ്. കാരണം അങ്ങനെ അപ്പൊ വരും, എങ്ങനെ മേടിക്കും, ഇവിടെ നിന്ന് കിട്ടും, ആ വണ്ടിക്ക് എത്ര പൈസയാവും, ആ പൈസ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും, അത് മേടിച്ച് അതിന് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അതിന് സർവീസ് പൈസ എത്രയാവും, ആര് ഓടിക്കും, എവിടെയെങ്കിലും പോയി തട്ടിയാലോ, അതിന്റെ പാർട്സിന് എത്ര വില വരും, 100 കാര്യങ്ങൾ ബുദ്ധി ആലോചിക്കും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊന്നും പ്രശ്നമല്ല. അവൻ കാണുന്നതിനെ കണ്ടോളൂ. വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ.
എളുപ്പത്തിൽ നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ബുദ്ധി വർക്ക് ചെയ്യാത്തൊരു കാര്യം പറയട്ടെ. ഇതിവിടെ നിങ്ങൾ ബുദ്ധിയാണ് വർക്ക് ചെയ്യിപ്പിച്ചത്. ഇവിടെ നിങ്ങൾ ഇമാജിൻ അല്ല, ബുദ്ധി വർക്ക് ചെയ്യിപ്പിച്ചു. ഇനി ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര പെട്ടെന്ന് എടുക്കുമെന്ന് അറിയാം. ഞാനിപ്പോ ആരെ കണക്ട് ചെയ്താൽ പറയണ്ടേ? നമ്മളെല്ലാം അയൽവാസികളുണ്ടല്ലേ? ആരും ഇവിടെ ഈ ക്ലാസ്സിലിരിക്കുന്ന 2 അയൽവാസികളെ പറ്റിയല്ല കേട്ടോ. നിങ്ങളുടെ അയൽവാസി അതാരും തന്നെ XYZ കുറച്ച് അസന്മാർഗീയ പ്രവർത്തനത്തിലൂടെ പോകുന്ന ഒരാളാണ് എന്ന് നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു. ഫോൺ വിളിച്ചു പറഞ്ഞു, ഡേയ് ഡാ നീ അറിഞ്ഞോ, ആള് അത്ര ശരിയല്ല കേട്ടോ, അവൻ അത്ര ശരിയല്ല കേട്ടോ, കുറച്ച് പരിപാടി ഉണ്ട്. ആണുങ്ങളെ പറ്റിയാണെങ്കിൽ, കുട്ടികളെ പറ്റിയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ട്രെൻഡ് ആണല്ലോ, 2 5 അടിക്കും, 4 ബെഗടിക്കും, ഇങ്ങനെ പറഞ്ഞു അല്ലേ? നിങ്ങൾ 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം മാത്രം കാണാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഇത് എല്ലാ ദിവസവും കാണുന്ന ഒരാളെ പറ്റിയാ മറ്റൊരാൾ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡു യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്? ആൻസർ പറയാൻ ആരും തയ്യാറല്ലല്ലേ? 90 വേണ്ട, നിങ്ങൾ ആൻസർ പറയണ്ട. 99% ആൾക്കാരും അത് വിശ്വസിക്കും. ഇല്ല എന്ന് ആരും പറയരുത്. അവിടെ ബുദ്ധിയൊന്നും ഉപയോഗിക്കില്ല. ആണോ, അങ്ങനെ പറ്റുമോ എന്ന് പറഞ്ഞ് ആ ഓളത്തിനകത്തോട്ടങ്ങ് കൂടും. ഒരേ സാധനത്തെ 2 രീതിയിൽ നമ്മൾ കാണുന്നു അല്ലേ? യഥാർത്ഥത്തിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ സാധനം, പിങ്ക് കളർ ആനയെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല, ഒന്നും സംഭവിക്കാനില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടവും മാനഹാനിയും, എന്താ പറയാ, ഇവിടെ ചെറിയ വേദനകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ അയൽവാസി അങ്ങനെയെന്ന് പറഞ്ഞു കേട്ടാൽ നമുക്കൊരു ഒരു ഒരു മനപ്രയാസം ഉണ്ടാകും. എന്നിട്ട് പോലും നമ്മളത് വിശ്വസിക്കും. അതിൽ ക്വസ്റ്റ്യൻ ഇല്ല നമുക്ക്. ഇതാണ് മനസ്സിന്റെ കളികൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത്. ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നതാണ് ടെക്നിക്ക്. എത്ര പേർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് എനിക്കെന്ന്, അല്ലെങ്കിൽ മീ എന്ന് പറഞ്ഞു നോക്കി. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ചോദ്യം കൂടി വരുവേ, അതിനും കൂടി ഉത്തരം പറയണേ. സാർ ഇങ്ങനെ ചോദ്യത്തോട് ചോദ്യമാണല്ലേ സാർ, കൂടി ചോദ്യമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. എൻ്റെ വൈഫ് ഇന്നലെ എന്നോട് പറയാം, നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറിയിട്ട് ഇപ്പം ആൾക്കാരോട് ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവുന്നു? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചോദ്യമാണ്, നിങ്ങൾ സ്വയം ഉന്നയിക്കുന്ന ചോദ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന ഉത്തരമല്ല നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യം, അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി രക്ഷപ്പെടണം, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നമുക്ക് ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ അർത്ഥം ഞാനിപ്പോ കഷ്ടത്തിലാണ് എന്നല്ലേ? പെട്ടല്ലേ? ഇതിങ്ങനെ വിചാരിച്ചില്ല. രക്ഷപ്പെടുന്ന എല്ലാവരും പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറഞ്ഞു വെക്കുന്നത്? രക്ഷപ്പെടണമെന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇപ്പോൾ കഷ്ടത്തിലാണ് എന്നല്ലേ? അപ്പൊ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താ നമ്മൾ മീൻ ചെയ്യുന്നത്? എന്താ അവിടെ? ഞാൻ കഷ്ടത്തിലാണ്, ഞാൻ കഷ്ടത്തിലാണ്, ഞാൻ കഷ്ടത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ലഭിക്കുന്നത് എന്തായിരിക്കും? യൂണിവേഴ്സൽ ലോ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? ഇതിനെയാണ് പറയുന്നത് നമ്മുടെ, ഇവിടെയാണ് നമ്മൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മാറ്റപ്പെടുത്തേണ്ടതിന്റെ പ്രിയ സുഹൃത്തുക്കളെ. അല്ല, അങ്ങനെ വരില്ല. ഇതിൽ നന്നാവണമെന്നൊരു മീനിങ് രക്ഷപ്പെടണമെന്നതിൽ വരില്ല സുഹൃത്തെ. അങ്ങനെ ഒരു മീനിങ്ങേ വരില്ല അവിടെ. നിലവിലുള്ള അവസ്ഥ വളരെ മോശമാകുമ്പോൾ രക്ഷപ്പെടണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്ന വാക്ക് നമുക്ക് ബെറ്റർ ആവണമെന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിലവിലുള്ള അവസ്ഥയിൽ നിന്നും നന്നാവണമെങ്കിൽ ബെറ്റർമെന്റ് എന്നാ പറയാ, അല്ലെങ്കിൽ നന്നാവണം എന്നാണ് പറയുക. രക്ഷപ്പെടണമെന്ന വാക്ക് വരില്ല. വാക്കുകളുടെ കളികളെ ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പിറകിലോട്ട് പോകുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരെ ജീവിതം രക്ഷപ്പെടാൻ? വേറെ ഐഡിയ വേണോ? എവരിബഡി അഗ്രി ദാറ്റ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം ജീവിതം രക്ഷപ്പെടില്ലേ? എനിബഡി അഗ്രി ഫോർ ദാറ്റ്? എത്ര പേര് അംഗീകരിക്കുന്നു? ഇങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ മാത്രം പോരെ നമുക്ക് ജീവിതം നന്നായി പോകാനായിട്ട്? ടൈപ്പ് ചെയ്യൂ, യെസ് യെസ്. ഇതാണ് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ
ആരും നിങ്ങൾക്ക് ക്ലാസ് പഠിപ്പിച്ച് തരില്ല. അതെനിക്കറിയാം. ഒരുപാട് ക്ലാസ്സുകൾ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, നിങ്ങളും പങ്കെടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മാത്രമേ സാധ്യമാകുള്ളൂ സുഹൃത്തുക്കളെ. എൻ്റെ ഈ ഒരു പുസ്തകം, മനസ്സ് ഒരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഫണ്ടമെന്റൽ കാര്യം ഇതാണ്. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് പറയുന്ന രണ്ടാമത്തെ എൻ്റെ പുസ്തകവും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്രയും രീതിയിൽ നമ്മളെ മാറ്റപ്പെടുത്തിയ വലിയ എഫേർട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട. ആരും വലിയ മല കയറാനൊന്നും പോകണ്ട എൻ്റെ സുഹൃത്തുക്കളെ. ഇതൊന്നും വേണ്ട ജീവിതത്തിൽ നമുക്ക് നന്നായി ജീവിക്കാനായിട്ട്. വലിയ മല കയറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഗിഫ്റ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ മതി അല്ലേ? ഇപ്പൊ ഇങ്ങനെ പോട്ടെ. ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങേണ്ട ഒരു സാധനമാണ്. തരാം അത്. ഞാൻ ഇന്ന് ആക്ച്വലി ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരണം എന്ന് കരുതിയത് ഈ ക്ലാസ്സിൽ. പക്ഷെ ഞാൻ ഇന്നത് തരുന്നില്ല. നാളത്തെ ക്ലാസ്സിലേക്ക് നമുക്കത് ആ ഗിഫ്റ്റിന് പോസ്റ്റ്പോൺ ചെയ്യാം. കാരണം നാളത്തെ ക്ലാസ്സിൽ കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുത്ത മിക്ക ആൾക്കാർക്കും ഒരു ഗിഫ്റ്റ് തരുന്ന ഒരു പരിപാടി ഉണ്ട്. കൃത്യമായി ഒരു ഫിസിക്കൽ ഗിഫ്റ്റ് ആണ് കേട്ടോ, വെറുതെ വാക്കല്ല, ഫിസിക്കൽ ആയിട്ടുള്ള ഗിഫ്റ്റ്. അത് നാളെ തരാം. കാരണം ഇന്നത്തെ ആ സബ്ജക്റ്റിൽ ചെറിയൊരു ട്വിസ്റ്റ് വന്നുകൊണ്ട്. അപ്പോൾ സോക്കു, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആവശ്യമുള്ളത് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ നേരെ എതിരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഇത് സമൂഹത്തിൽ നിന്നുള്ള കാര്യമാണ്. ഇപ്പോ സുഹൃത്ത് ഷിബു പറഞ്ഞ പോലെ മാറാൻ പറ്റുന്നില്ല സാറേ, അങ്ങനെ ഒരു സിദ്ധാന്തമേ ഈ ലോകത്തില്ല ഷിബു. കാരണം നിങ്ങൾ 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നോ? അല്ല, ഒരിക്കലും നിങ്ങൾ 5 വർഷം മുമ്പ് ഇങ്ങനെയല്ല. നിങ്ങൾ ഒരുപാട് മാറി. അത് എങ്ങോട്ട് മാറി എന്നത് നമ്മൾ വിശകലനം ചെയ്യണം. മുന്നോട്ട് മാറിയോ പിന്നോട്ട് മാറിയോ, മാറ്റം അനിവാര്യമാണ്, മാറ്റം സാധ്യവുമാണ്. മാറ്റം ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സാണ്. നമ്മളൊരു സാധാരണ പറയാറുണ്ടല്ലേ, ലോകത്ത് മാറാത്തതൊന്നു മാത്രം മാറ്റമെന്ന വാക്ക് മാത്രം, അല്ലേ? ബാക്കിയെല്ലാം മാറും. അപ്പോൾ മാറാൻ എല്ലാവർക്കും പറ്റും. ഒരാൾക്ക് പോലും മാറാൻ പറ്റില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോളൂ, ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം. അല്ലാതെ ഒരു മനുഷ്യനും മാറാൻ പറ്റില്ല. നിങ്ങൾ തയ്യാറാവാത്തിടത്തോളം കാലം ഒരു ദൈവത്തിന് പോലും, അല്ലെ, ദൈവത്തിന് ഇപ്പൊ ഒന്നും നല്ല അല്ലെ ആകെ ഒരു ദൈവമേ ഉള്ളൂ, എങ്കിലും ഞാൻ ഒരു ദൈവം എന്ന് പറയുന്നു. കാരണം ഓരോ ആളുടെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. എൻ്റെ വിശ്വാസത്തിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. അതെല്ലാം ഉള്ള ദൈവത്തിന് പോലും മാറ്റാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ പ്രോസസ്സ് തീരുമാനിക്കുന്നത് നമ്മളാണ്. ദൈവത്തിന് നമുക്ക് വഴി കാണിച്ചു തരാനേ പറ്റുള്ളൂ, നടത്തിക്കാൻ പറ്റില്ല. നടക്കണമെങ്കിൽ കൈകാലുകളും നമ്മൾ തന്നെ പോകണം. അല്ലാതെ അതാണ് നമ്മുടെ സൃഷ്ടിയുടെ ഒരു സിസ്റ്റം. അങ്ങനെയാണ്, അല്ലെ? ദൈവം എടുത്തുകൊണ്ട് നടത്തിക്കൊന്നുമില്ല. പിന്നെ മിറാക്കിളുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലാന്നല്ല. ദൈവം എടുത്ത് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എവിടെ തുടങ്ങുന്നു, എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് കയറി വന്ന കുറേ മാലിന്യങ്ങൾ, ഇതെല്ലാം മാലിന്യങ്ങളിൽപ്പെട്ട സാധനങ്ങളാണ്, നമുക്ക് ഒഴിവാക്കി പറ്റും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അമേസിങ് ചേഞ്ച് വരുത്തി. എനിക്കെപ്പോഴും എന്നെ തന്നെ സർപ്രൈസ് വരുത്തിയ സഹോദരി കമന്റ് ചെയ്ത് കണ്ടോ, ജേണി ടു ഹാപ്പിനെസ്സിൽ വന്നാൽ മാറാൻ സാധിക്കാന്ന് വെച്ചു. സൂപ്പറായിട്ടും പറ്റും. അത് സാധിക്കില്ല എന്ന് പറയാം. പക്ഷെ അവിടെ വീണ്ടും പറയുന്നു, അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ വിചാരിക്കണം, അതിൽ തന്നെ പിടിച്ചു നിന്നോളൂ. നെഗറ്റീവ് ചിന്തകൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് മാത്രമായിരിക്കും, ഒരു സംശയമില്ല. അതിൽ മാറണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇത്തരം, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇങ്ങനെ 10,000 കാര്യങ്ങൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. 10,000 കാര്യങ്ങൾ. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഇന്ന് ഞാൻ വൈകിപ്പോയി, എൻ്റെ എല്ലാ പണികളും മോശമായി, എല്ലാം തകരാറിലായി, ഇന്നലെ ചെയ്തു തീർക്കേണ്ട ചെയ്തില്ല, ഇസ്തിരി ഇടാൻ മറന്നുപോയി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 100 പരാതികളാണ്. അന്നത്തെ ദിവസം എന്താ പറയാ, അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയതായി മനസ്സിലായോ എന്താണ് ഇനി മാറേണ്ടതെന്ന്? നമ്മളുടെ ചിന്തകൾ മാറുമ്പോൾ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? എങ്ങനെയാണ് ഒരാളുടെ ലൈഫ് സംഭവിക്കുന്നത്, എന്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണ് ആ ലൈഫ് ആഫ്റ്റർ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് സാറേ. എങ്ങനെയാണ് അങ്ങനെ ആ ലൈഫ് നിങ്ങളുടെ ആയത് എന്നറിയാമോ? അതറിയാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? അവരെല്ലാം പറഞ്ഞേ.
നിങ്ങളെ പേര് എഴുതണേ. നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് എഴുതുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേരുകൾ, മറ്റാളും പേര് എഴുതി വെക്കല്ലേ, നിങ്ങളുടെ പേര് ഒന്ന് നോക്കട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയുന്നത് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ പേര് എഴുതി വെക്കുക. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പേര് എന്നതാണ്. കാരണം നിങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ മീമി എന്ന് പറയുമ്പോൾ ഞാനും മീമി എന്ന് വായിക്കും അല്ലേ. അത് വേണ്ട, അത്ര ഐഡിയ വേണ്ട, നമുക്ക് ഐഡിയ മാറ്റിപ്പിടിക്കാം അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കമാൺ കമാൺ. യെസ് 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 യെസ്. നോക്കൂ, നിങ്ങൾ ഒറ്റ ഉദാഹരണം, നമുക്ക് കോമൺ ആയിട്ട് ഉദാഹരണം എടുക്കാം. ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഉള്ള ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങൾക്കൊരു ചായ കുടിക്കണം, ഒരു ചായ വേണം. ചായ കുടിക്കുന്നതാണ് നിങ്ങളുടെ ആ കർമ്മം, ആ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചായ കുടിക്കുക എന്നുള്ളതാണ് അല്ലെ. അതാണ് ചായ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ചായ കുടിച്ചു കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്ന പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണ്? ആദ്യത്തെ ഇതിന്റെ ചായ വേണം എന്നുള്ള ആദ്യം സംഭവിച്ചത് നമ്മുടെ തോട്ടാണ്, നമ്മുടെ ചിന്തയാണ്. ആദ്യം ചായ വേണമെന്നുള്ളതെന്ന് എഴുതി വെച്ചോളൂ. ഒന്നാമത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ചിന്തയാണ്, തോട്ട്. കറക്റ്റ് അല്ലേ? ഇനി തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ആക്ഷനിലേക്ക് പോകും. തോട്ട്സ് ബിക്കം വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻ. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകളാവാം, പ്രവൃത്തിയാവാം. തോട്ട്സ് ബിക്കം വേർഡ്സ് അല്ലെ, പ്രാക്ടിക്കൽ. ഓക്കെ. സെക്കൻഡ്, തോട്ട്സ് നമ്മുടെ ആക്ഷനിലേക്ക് പോയി. ഇനിയോ ആക്ഷൻ എന്ത് സംഭവിക്കുന്നു അറിയോ? ആക്ഷനിൽ അത് നമ്മുടെ ഇപ്പൊ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ എടുക്കാവൂ. ചായ മാത്രം എടുക്കരുത്. നിങ്ങൾ നിരന്തരം ചായ മാത്രം ഒരു സിറ്റുവേഷൻ മാത്രം എടുക്കരുത്, ലൈഫിന് മൊത്തം എടുക്കണം. ഈ ആക്ഷൻ നമ്മൾ എടുക്കുന്ന ആ വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻ നമ്മുടെ ബിഹേവിയറായി മാറും. ചായ കുടിക്കുന്ന ഒരു ബിഹേവിയർ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് അല്ലെ. അത് എവിടെ നിന്നും നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനമാണ്. അപ്പോൾ ഈ സാധനം ഒരു ബിഹേവിയറായി മാറും നമ്മുടെ. പിന്നെ ആ ബിഹേവിയർ ഇത് മൊത്തം ലൈഫിനെ ഫുൾ ക്യാൻവാസിൽ കാണണേ. ചായ ഞാൻ ഉദാഹരണം അവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതൊരു കാര്യത്തിൽ ഇപ്പൊ നമുക്ക് മറ്റു പല ഉദാഹരണം പറയാം, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് ഇത് പറയുന്നുള്ളൂ. അപ്പോൾ ചായ കുടിക്കണം എന്നുള്ള ആക്ഷൻ നമ്മൾ എടുത്തുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബിഹേവിയറായി മാറും. ആണല്ലോ, കറക്റ്റ് അല്ലേ? നമ്മൾ ബിഹേവിയറിലേക്ക് പോകും. ഇനി ആ ബിഹേവിയർ നിങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ചായ ഉണ്ടാക്കുന്നു, ചായ കുടിക്കുന്നു, ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും അല്ലെ. നമ്മുടെ ഒരു എന്താ പറയാ ക്യാരക്ടറായി മാറുന്നു അല്ലെ. ഇപ്പൊ ഞാൻ ചായ എന്ന് പറയുന്നത് കള്ളുകൂടിയൊക്കെ പറഞ്ഞ മറ്റൊരു രീതിയിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ ചായയെ പറ്റി പറഞ്ഞത്. അപ്പൊ നമ്മളിത് ബിഹേവിയർ നമ്മുടെ ക്യാരക്ടറായി മാറി. ഇനി ക്യാരക്ടറായി മാറി കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർക്കോ? ചിന്തിക്കണം, ചായ ഉണ്ടാക്കണം എന്നൊക്കെ ഓർക്കോ? അങ്ങ് ഒറ്റയടിക്ക് ആ പ്രോസസ്സ് നടക്കും അല്ലെ. നിങ്ങൾ വിചാരിക്കും ചായ ഉണ്ടാക്കി കുടിക്കും, അതിന്റെ ഇടയിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് ചെയ്യൊന്നുമില്ല. അതൊരു പാറ്റേൺ ആയിട്ട് അങ്ങനെ പോയിക്കളും, ഓട്ടോമാറ്റിക് നടക്കും. സംഭവം നടക്കും, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്തിരിക്കൊന്നുമില്ല. അതങ്ങനെ നടക്കും. എളുപ്പ വഴി ഏതാണോ ആ വഴിയിലൂടെ ചെന്ന് പോകും. ഇതേപോലെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഓഫീസിൽ പോകുന്ന ഉദാഹരണം എടുക്കാം. എല്ലാ ദിവസവും ഓഫീസിൽ ഇറങ്ങുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾ വണ്ടി വളരെ ശ്രദ്ധിച്ച് ഓടിക്കാറുണ്ടോ? വണ്ടി പോകുന്ന വഴി, ഓഫീസിൽ പോകുന്ന വഴി അങ്ങനെ പോകും. ഇത് ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഈ ക്യാരക്ടർ എന്താണോ അതാണ് നിങ്ങളുടെ ലൈഫ്, അതാണ് എല്ലാവരുടെയും ലൈഫ്. ക്യാരക്ടറിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്നതാണ് ലൈഫ്. അപ്പൊ ലൈഫ് മാറണമെങ്കിൽ, ലൈഫിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ എന്താണ് മാറ്റേണ്ടത്? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതെല്ലാം മാറ്റണോ? റിവേഴ്സിൽ വരണോ? അല്ലെങ്കിൽ ഏതോ ഒരു സാധനത്തെ മാറ്റിയാൽ ലൈഫ് മാറുമോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് എളുപ്പത്തിൽ പറയാൻ പറ്റുക. എന്ത് മാറ്റിയാൽ നമ്മുടെ ലൈഫ് മൊത്തം മാറും? അല്ലെങ്കിൽ എളുപ്പത്തിൽ മറ്റൊരു കാര്യം പറയാം. അതിന് മുമ്പ് പറഞ്ഞതാണ്, എണ്ണയാണ് വേണ്ടതെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചാൽ എണ്ണ കിട്ടുമോ? പകരം മറ്റൊരു സാധനമാണ് അവിടെ മില്ലിൽ കൊണ്ടുപോയി ഇടേണ്ടത് അല്ലെ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ നമ്മൾ മുഴുവനായിട്ടുള്ള വിഷയം. എല്ലാവർക്കും ഇതറിയാം, ആർക്കും അറിയാത്തതില്ല. പക്ഷെ ഇവനെ പിടിച്ചു നിർത്താനാണ് ആർക്കും അറിയാത്തത്. ഇതെല്ലാവർക്കും അറിയില്ലേ? എല്ലാവരും ഒരേ ഉത്തരം പറയണേ, ചിന്തകൾ മാറ്റിയാൽ
അത്ര മതി നമ്മുടെ ജീവിതം മാറാനായിട്ട്. വേറെ ഒന്നും മാറ്റണ്ട, ഒരു കാര്യവും മാറ്റണ്ട. അത് ഇത്രയും സിമ്പിൾ ആണല്ലോ. നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തയിലേക്ക് ഞാനൊരു പിങ്ക് ആനയെ തന്നപ്പോൾ നിങ്ങൾ പറയാം അത് പറ്റില്ല സാറേ, പിങ്ക് ആനയൊന്നും നമ്മുടെ നാട്ടിലില്ല, നമുക്കത് പറ്റൂല. അവിടെ ബുദ്ധി കൊണ്ടേ വെച്ചു. എന്നാൽ അതേ ബുദ്ധി ഈ ചിന്തയെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവുമോ? എവരിബഡി റെഡി ഫോർ ഇറ്റ്? ഇന്നു മുതൽ നിങ്ങൾക്ക് അത് പറ്റുമോ? നിങ്ങൾ ബുദ്ധി ഉണ്ട് അല്ലേ, വളരെ എന്നാ പിന്നെ എന്റെ ചിന്തയിൽ എന്റെ ചിന്തയെ ഞാൻ ബുദ്ധിപരമായിട്ടൊന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡിയാണോ? ബുദ്ധി നേരത്തെ ഉപയോഗിച്ചവരോടാണ് ചോദ്യം. റെഡി? റെഡി? ഞാൻ പറഞ്ഞോളൂ, റെഡി? എന്നാ പിന്നെ നിങ്ങൾക്ക് ഇനി വിഷയമില്ലല്ലോ, ഇന്നോടെ സെറ്റായില്ലേ? 30/8/2024 നിങ്ങൾ സെറ്റായി. നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് ജീവിതം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാവണമോ ജീവിതം. നിങ്ങൾ എന്താവണമോ അത് ചിന്തിക്കണമോ? എന്താണ് വേണ്ടത്? ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ വല്ലാണ്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട. ബുദ്ധിപരമായി വലിയ ഇന്റലിജൻഷിപ്പ് ഒന്നും ആലോചിക്കേണ്ട, ഒന്നും വേണ്ട. സിമ്പിൾ ആവുക, കാം ആവുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നിശ്ചയമുണ്ടോ? എല്ലാവർക്കും ഒരു പെന്നും പേപ്പറും എടുത്തേ, നമുക്കൊരു എക്സസൈസ് ചെയ്ത് നോക്കാം. എല്ലാം റെഡി അല്ലേ? അഡ്മിന്മാരോട് ഒന്ന്, നമ്മുടെ എല്ലാവരും ഇത്രയും നല്ല ആൾക്കാരാണെന്ന് എല്ലാവരും കൂട്ടി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. നമുക്കിത് ഷെയർ ചെയ്യാം. ഇത്രയും ആൾക്കാർ ഇന്ന് ക്ലാസ്സിലുണ്ട്. 72 പീപ്പിൾ ആണ്. അടുത്ത 2 ദിവസം കൊണ്ട് നമ്മൾ 100 ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് സൂം കൂട്ടാൻ പറ്റില്ല. അന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എടുക്കാം. നിങ്ങളെല്ലാവരും ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ, അഡ്മിന്മാരോട് ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം. എല്ലാവരും പെന്നും പേപ്പർ എടുക്കാൻ സമയം എടുക്കൂ. ഇനി ഈ ചെയ്യാൻ പോകുന്ന എക്സസൈസ് യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാധകമാണ്. ഒരു സെക്കൻഡ്, ഇത് എടുക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ കേട്ടോ. എനിക്കും ഒരുപാട് ആൾക്കാർ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇത്രയും ആൾക്കാരെ കാണാനേ പറ്റില്ല. ഒന്ന് ക്യാമറ ഓൺ ചെയ്യാവോ മാക്സിമം ആൾക്കാർ? ഒരു ഹാപ്പി മൂമെന്റ്സ്, എല്ലാവരും ഒരു ലവ് ചിഹ്നം ഇടുക. ഇത്ര ഹയസ്റ്റ് പീപ്പിൾസ് ആണെന്നുള്ളത്. വരൂ 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 വരൂ. യെസ്, എത്ര സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ഇവിടെ ഉള്ളതല്ലേ. എന്നിട്ടാണ് എല്ലാവരും ക്യാമറയുടെ പിറകിൽ ഇങ്ങനെ ഒളിച്ചിരുന്നത്. ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ കാണുമ്പോൾ എന്റെ സന്തോഷം എത്ര ഇരട്ടിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. പോരല്ലോ, ഇനിയും പോരാ. ഒരു സ്ക്രീൻ, എല്ലാവരും ഒരു ലവ് ചിഹ്നോട്ടെ. ഒന്ന്. ഓക്കെ, ഇനി വീണ്ടും വേണേ, കഴിഞ്ഞില്ല കേട്ടോ. ഞാനതൊന്ന് എടുത്ത് സേവ് ചെയ്തോട്ടെ. ഏറെ സന്തോഷം. താങ്ക് യു. അടുത്ത സ്ക്രീൻ കിട്ടുന്നില്ലല്ലോ. സി നാരായൺജി കൈപൊക്കുന്നു. നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. അടുത്ത സ്ക്രീൻ ഇവിടെ പോകും. ശരി, ഓക്കെ. സെൽ ബാക്ക് റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും എഴുതാൻ മതിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതുക. വേറെ ഒന്നും നിങ്ങൾ എഴുതണ്ട. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്
അത് വ്യക്തമായി ആ പുസ്തകത്തിൽ എഴുതുക. ഇത് രാവിലെ ഞങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് പബ്ലിക്കായിട്ടും തരികയാണ് ഇതേ സാധനം. വിമ്മിഷ്ടമുണ്ടാവും, എഴുതാൻ നിങ്ങൾക്ക് പറ്റില്ല, സൊഫിക്കേഷൻ ഉണ്ടാവും, തുമ്മലുണ്ടാവും, ഒക്കെ ഉണ്ടാവുന്ന വരും. അതിനെ ഓവർകം ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. പലപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല, പലർക്കും വിഷമം ഉണ്ടാവും. എഴുതുമ്പോൾ കരച്ചിൽ വരുന്നവരുണ്ടാവാം. വേറൊന്നും ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ല, പുതിയ സംഭവം ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം എഴുതുക. വേറെ ഒന്നും, ഒരു മിറാക്കിൾ സംഭവിക്കരുത്. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വല്ലാണ്ട് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിട്ടോ. ബുദ്ധി അവിടെ വിട്ടേക്ക്. ഇവിടെ ബുദ്ധിക്ക് യാതൊരു തര പ്രസക്തിയില്ല. നിങ്ങൾ ഏത് വാക്കിൽ വേണമെങ്കിൽ എഴുതിക്കോ. നിങ്ങൾ ഇങ്ങനെ കാക്കൂന്ന് വരച്ചു വെച്ചാലും നോ പ്രോബ്ലം. അതിൽ നിങ്ങളൊരു മീനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ എഴുതുന്ന വാക്കുകൾ കൃത്യമായിരിക്കണം എന്നൊക്കെ ഉണ്ട്. അത് പിന്നെ പറഞ്ഞു തരാം ഞാൻ. ഇപ്പൊ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. റെഡിയല്ലേ? എല്ലാവരും എഴുതുന്നുണ്ടല്ലേ? ഹാപ്പി ഹാപ്പി. ഏറെ സന്തോഷം. ചാക്കോ സാറൊക്കെ എഴുതാൻ തുടങ്ങിയത് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ ചാക്കോ സാറെ. ഐ എം റിയലി ബ്ലസ്ഡ്. ഐ എം റിയലി അപ്രീഷിയേറ്റ് ഫോർ യു ദിസ്. റിയലി നമുക്ക് നാട്ടിൽ വന്നാൽ കാണണം. സാറിനെ ഒന്ന് ചേർത്ത് പിടിച്ചൊരു ഒരു ഫോട്ടോ എടുക്കണം. കുറേ പേര് ക്യാമറയ്ക്ക് പിറകിലാണ്. ഓക്കെ, കുഴപ്പമില്ല. എഴുതിയോ? എത്ര എണ്ണം എഴുതി? നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റും അത്ര എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾ എന്നോട് പറയണമെന്നൊന്നുമില്ല, നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, എല്ലാവരും എഴുതി കഴിയോ? എത്ര പേരായി? റെഡിയായോ? ഓക്കെ, അത് മതി. ബാക്കി നിങ്ങൾക്ക് പിന്നെ എഴുതാം. ഇനി നമുക്കൊരു എക്സസൈസ് ചെയ്യാം. വെറുതെ നേരത്തെ പോയ പോലെ ബുദ്ധി കൊണ്ട് കളിക്കരുത്. അവിടെ പിങ്ക് ആന ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് കേട്ടോ. പിങ്ക് ആനയൊക്കെ ഈ ലോകത്തുണ്ട് കേട്ടോ. അങ്ങനൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ വെറുതെ അന്ന് നിങ്ങൾ ഈ സംഭവം എഴുതിയ സംഭവത്തെ ഓർത്താൽ മാത്രം മതി. അല്ലാണ്ട് അല്ലേ വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. ദിനേശ് സാർ പറഞ്ഞു നമ്മളെ അങ്ങനെ യുക്തിപരമായ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ല. അതൊന്നും നടക്കണമല്ല. അങ്ങനെയുള്ളവരോട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. മാറ്റം വേണ്ട, നിങ്ങൾ അങ്ങനെ ഇരുന്നോളൂ. ഓക്കെ, റെഡിയല്ല എല്ലാവരും? എഴുതി കഴിഞ്ഞല്ലോ, മതി. ബാക്കി പിന്നെ എഴുതാം. കണ്ണടച്ചിരി, എല്ലാവരും തയ്യാറാവുക. ഓർമ്മയുണ്ടല്ലോ എഴുതിയതല്ലേ? എന്താണ് എഴുതിയത്? നമ്മൾ ഓർക്കാത്തൊന്നും എഴുതരുത്. ആവശ്യമുള്ളത് ഓർത്തുനിന്ന് മാത്രം എഴുതിയാൽ മതി. എല്ലാം റെഡിയാണ്. ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, എടാ ഈ എഴുതിയത് നടക്കുമോ? ഇത് ശരിക്കും സംഭവിക്കുന്ന കാര്യമാണ്. ആശ ചിന്തിക്കേണ്ട ആശ. ഇതിനേക്കാളും വലുതൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു വിഷയമില്ല, നോ പ്രോബ്ലം. വെറുതെ അങ്ങ് ചിന്തിച്ചോളൂ. ഇന്നലെ തന്നെ മിറാക്കിളുകൾ നമ്മൾ പറഞ്ഞു കേട്ടല്ലേ? അപ്പൊ അതൊന്നും ആലോചിക്കണ്ട. ജസ്റ്റ് ഓക്കെ, കണ്ണെടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്വസ്ഥമായിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്ലോലി റിലീസ് യുവർ ഫ്രം ദ മൗത്ത്. നിങ്ങൾ അകത്തോട്ടെടുത്ത് നമ്മൾ വായിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. റിലാക്സ്, റിലാക്സ്. നിങ്ങളൊക്കെ ഷോൾഡറൊക്കെ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. വെയിറ്റ് ഷോൾഡറിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾക്ക് നന്നായിട്ട് റിലാക്സ് ആവുകയാണ്. വീണ്ടും ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, സ്ലോലി റിലീസ്, ബ്രീത്ത് ഔട്ട്. ഓരോ മസിലുകളും ഒന്ന് റിലാക്സ് ആവുകയാണ്. ശരീരം മൊത്തം റിലാക്സ് ആവുകയാണ്. വെയിറ്റ് നിങ്ങളുടെ ശരീരത്തിനെല്ലാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബലം മുഴുവൻ വിട്ടുവിടുക. ഓരോ സന്ധികളിലും കൊടുത്തിരിക്കുന്ന ബലം മുഴുവൻ വിട്ടുവിടുക. റിലാക്സ് ചെയ്യുക. വീണ്ടും ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ശ്വാസതടസ്സമുള്ളവരൊന്നും വല്ലാണ്ട് ഫോഴ്സ് കൊടുക്കണ്ട. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ശ്വാസം വലിച്ചു കയറ്റുമ്പോൾ ബലം പിടിച്ച് കയറ്റൊന്നും വേണ്ട. നോർമൽ ബ്രീത്തിങ് ചെയ്താൽ മതി. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി നിങ്ങളുടെ കൈ രണ്ട് കൈകളും തമ്മിൽ യോജിപ്പിച്ച് നിർത്തുക. ചുണ്ടുവിരലുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുക. രണ്ട് പെരുവിരലുകൾ, ചുണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ പെരുവിരൽ രണ്ടും പരസ്പരം യോജിപ്പിക്കുക. ഒരു കൈയുടെ ഒരു കൈയുടെ മുകളിൽ കൈപ്പത്തിയുടെ മുകളിൽ മറ്റു കൈപ്പത്തി വെച്ചുകൊണ്ട് പെരുവിരൽ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക. റിലാക്സ്, റിലാക്സ്. ഇനി നിങ്ങൾ
ആഗ്രഹിച്ച, ഇപ്പോൾ നിങ്ങൾ ബുക്കിൽ എഴുതിയ ആദ്യത്തെ കാര്യം അതെന്താണോ ആ കാര്യം ഒന്ന് ഓർത്തെടുക്കുക. വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക. ക്ലിയറായി. ഇപ്പോൾ നിങ്ങൾക്ക് ദൂരെ, വളരെ ദൂരെ ആ സാധനത്തെ കാണാൻ പറ്റുന്നു, ആ സംഭവത്തെ കാണാൻ പറ്റുന്നു. ആ വിചാരിച്ച സംഭവം എന്തു തന്നെ ആയാലും അതിനെ ദൂരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഞാൻ കൈ ഞൊടിക്കുന്ന ആ ഞൊടിയുടെ ശബ്ദത്തിൽ ഓരോ സീക്വൻസ് ആയിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 3 തവണയായി നിങ്ങളുടെ മുന്നിലേക്ക് ആ സാധനം വരികയാണ്. അത് സാധനമാവാം, ഒരു വ്യക്തിയാവാം, ബന്ധമാവാം, ഒരു സ്മെല്ലാവാം, എന്താണോ അതിനെ നിങ്ങൾ കൃത്യമായി കാണുക. ദൂരെ വെച്ചാൽ നിങ്ങൾ കാണുന്നത് വ്യക്തമല്ലാത്ത രീതിയിൽ കാണുകയാണ്. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൈ ഞടിക്കുമ്പോൾ അത് കുറച്ചും കൂടി അടുത്ത് വരുന്നു. 2ാമത്തെ പ്രാവശ്യം വീണ്ടും അടുത്ത് വരുന്നു. 3ാമത്തെ പ്രാവശ്യം ഞൊടിക്കുമ്പോൾ അത് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായി കാണുക. ഓക്കെ, ഇപ്പോൾ ദൂരെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുന്നിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അതിന്റെ വളരെ വ്യക്തമായ സ്മെല്ലോ എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തമായി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും കൂടുതൽ വ്യക്തത വരികയാണ്. കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് കാണുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു. അറിയാതെ നിങ്ങളുടെ മുഖത്ത് ആ പുഞ്ചിരി വിടരുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ കയ്യെത്തും ദൂരത്ത് വന്ന് നിൽക്കുന്നു. കയ്യിലെത്തുന്നില്ല, കയ്യെത്തും ദൂരത്ത് വന്ന് നിൽക്കുന്നു. ഏറെ സന്തോഷം. നിങ്ങൾ ആഹ്ലാദവാനാവുകയാണ്. ദേ എന്റെ കൈ മുന്നിൽ എത്തിയിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച കാര്യം, ഞാൻ ചിന്തിച്ച കാര്യം, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു, അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത് പൂർണ്ണമായി നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. പൂർണ്ണമായി നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്കത് കൈ കൊണ്ട് തൊടാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്കത് സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിന്നും മുന്നോട്ട് വന്ന് മുഖം പുഞ്ചിരിയാൽ വിടരുകയാണ്. സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളത് സന്തോഷത്തോടെ മുന്നിൽ കാണുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കൂടി വീണ്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ്. വളരെ ദൂരെ, അടുത്ത് കൃത്യമായി കാണാൻ പറ്റുന്നു. തൊട്ടടുത്ത്, നിങ്ങളുടെ കൈയെത്തും ദൂരത്ത് മുഖം നിങ്ങൾ വീണ്ടും വിടരുകയാണ്. പുഞ്ചിരി പടരുകയാണ്. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. ആരുടെയും മുഖത്ത് ഭാവമാറ്റം വരാത്തതും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാവണം. സന്തോഷം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ അത് നിങ്ങളിലേക്ക് വരികയുള്ളൂ. വിമിഷ്ടമുണ്ടാവും, നിങ്ങളെ തടസ്സപ്പെടുത്തും, നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നും. ഇത് സ്വാഭാവികമാണ്. പിടിച്ചു നിൽക്കുക, കാരണം നേടേണ്ടത് നമ്മളാണ്. 2 കാര്യങ്ങൾ കഴിഞ്ഞു. 3ാമത്തെ കാര്യമുണ്ട്. അതും ഇതുപോലെ തന്നെ. വീണ്ടും നിങ്ങൾ കണ്ണടക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദൂരെ നിങ്ങൾക്ക് ആ സാധനം കാണാൻ സാധിക്കുന്നു. വീണ്ടും അടുത്തു വരുന്നു. തൊട്ട് മുന്നിൽ ആ സാധനം കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച 4 കാര്യങ്ങൾ, 1 2 അത്രയാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അത്രയും കാര്യങ്ങൾ നിങ്ങളെ കൺമുന്നിൽ കൈയെത്തും ദൂരത്താണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങൾക്കത് സന്തോഷം നൽകുന്നില്ല എങ്കിൽ, നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് ഓർത്തു വയ്ക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ മുന്നിൽ ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കണ്ണുകൾ പുതുക്കി തുറക്കുക. Come to the normal life. Just type it. How many people are realize it? എത്ര പേർക്ക് ഇത് അനുഭവിച്ചു? എത്ര പേർ അനുഭവിച്ചു? അവർ മാത്രം പറഞ്ഞാൽ മതി. അനുഭവിച്ചവർ മാത്രമേ പറയാവൂ, മറ്റുള്ളവരൊന്നും പറയണ്ട. അതെനിക്ക് മനസ്സിലായി. ഇത് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ശക്തമല്ലാത്ത ഒരാൾക്കും, കുറേ പേരുണ്ട് ഇത് ലഭിക്കാത്ത ആൾക്കാർ. ലഭിച്ചവരെല്ലാവരും താങ്ക് യു എന്ന് പറഞ്ഞോളൂ. കാരണം യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ആ ശക്തി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അബൻഡൻസ് ആയി താങ്ക് യു എന്ന് പറയാം. ലഭിക്കാത്തയാൾ ശ്രദ്ധിക്കണം.
മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ വളരെ പുവറാണ്. മാനിഫെസ്റ്റേഷൻ പവർ പുവറായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാത്തിടത്തോളം കാലം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് സംഭവ്യമാവില്ല. ഇത്തരം ടെസ്റ്റുകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കിട്ടിയവരോടും കിട്ടാത്തവരോടും രണ്ടുപേരോടും. കിട്ടിയവർ നന്ദി നന്ദി നന്ദി. കാരണം യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ശാരീരിക അസ്വസ്ഥമുണ്ടാവും, മാനസികമായ പിരിമുറുക്കമുണ്ടാവും, എന്താണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലവർ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോയിട്ട് കൂടിയുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാൻ. കാരണം അവർക്കിതൊന്നും സാധ്യമാവില്ല. പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാവർക്കും ലഭിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ എങ്ങനെയായാലും അതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ്. ലഭിച്ചവരോട് എല്ലാവരോടും യു ആർ ബ്ലെസ്ഡ് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചോളൂ. ഇതുപോലെ എഴുതിക്കോളൂ, എല്ലാ ദിവസവും എഴുതിക്കോളൂ. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം, അല്ലേ? അത് വേണമല്ലോ, അല്ലേ? ഈ പഠിപ്പിക്കുന്ന ഞാനിത് അനുഭവിച്ചിട്ട് പഠിപ്പിക്കുന്നല്ലേ അത് ശരിയായ വശം. പറയട്ടെ, നിങ്ങൾ എത്രയോ ഞെട്ടണ്ട ആരും. ഞാനും എൻ്റെ അഡ്മിനും ഒക്കെ സർപ്രൈസ് അടിച്ച് നിൽക്കുകയാണ്. സർപ്രൈസാണ്. ഞങ്ങൾ ആരും എന്താ പറയാ, കാലങ്ങളായിട്ട് ഞാൻ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടും യൂട്യൂബ് വീഡിയോ പറ്റിയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ കോഴ്സ്, ഞാൻ ഇതുവരെയൊക്കെ കോഴ്സൊന്നും ഇങ്ങനെ കാശ് കൊടുത്തിട്ടൊന്നും ആൾക്കാർ എടുത്ത് വളരെ കുറവാട്ടോ, വളരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി പറയുമ്പോൾ പറയും, യൂട്യൂബിലൊന്നും പോയിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്നേ, അവിടെ നിന്ന് ആരും നമ്മളെ ക്ലാസ്സൊന്നും കാണുമൊന്നുമില്ല, അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഇതുവരെ ഇട്ടിട്ടേ ഇല്ല. ഇത്രയും 2 വർഷത്തോളമുള്ള ക്ലാസ് ഒറ്റ ഒരെണ്ണം യൂട്യൂബിൽ ഇട്ടിട്ടില്ല. കഴിഞ്ഞ 2 മാസമായി ഞങ്ങൾ അതിരാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? ഓഗസ്റ്റ് 30 ആകുമ്പോഴേക്കും എൻ്റെ യൂട്യൂബിൽ 15,000 സബ്സ്ക്രൈബർ ഉണ്ട്. 15,000 സബ്സ്ക്രൈബർ ഉണ്ട്. എൻ്റെ വീഡിയോ 15,000-ൽ പരം ആൾക്കാർ കാണും. ഇത്രയാണ് എഴുതിയ പദം. ഇങ്ങനെയാണ്: ഓഗസ്റ്റ് 30, 2024 എൻ്റെ യൂട്യൂബ് ചാനലിൽ 15,000 സബ്സ്ക്രൈബർ ഉള്ളതിന് നന്ദി നന്ദി നന്ദി. ഓഗസ്റ്റ് 30 ആകുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് 15,000-ൽ പരം ആൾക്കാർ കാണുന്നതിന് നന്ദി നന്ദി നന്ദി. പിന്നെ തൊട്ട് താഴെ എഴുതിയത്, എൻ്റെ കോഴ്സിൽ ചേർന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ ദിവസവും എന്നോട് പറഞ്ഞു വരുന്നതിൽ അതിൽ ഞാൻ സംതൃപ്തി അടയുന്നു. നന്ദി നന്ദി നന്ദി. 4-മത്തെ കാര്യം, ഓരോ മാസവും എനിക്ക് എൻ്റെ കോഴ്സിലൂടെ XYZ എത്ര തുക നിങ്ങളോട് ഞാൻ പറയില്ലല്ലോ, പറയാൻ പാടില്ലല്ലോ, അല്ലേ? ഇത്രയും തുക ലഭിച്ചതിന് നന്ദി നന്ദി നന്ദി. ഇന്ന് അത് മുഴുവൻ സംഭവിച്ചൊരു ദിവസമാണ്. ഇന്ന് 30. ഇനി നാളെ ഒരു ദിവസം കൂടിയുണ്ട്. ഞാൻ എത്ര തുക എഴുതിയോ ആ തുക മുഴുവനായിട്ടും എൻ്റെ അക്കൗണ്ടിൽ വരികയും ഞാൻ എത്ര സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് ചിന്തിച്ചോ അതിൽ കൂടുതൽ സബ്സ്ക്രൈബർ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരികയും ഞാൻ എത്ര വ്യൂവേഴ്സ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ 10 മടങ്ങായിട്ട് യൂട്യൂബ് വ്യൂവേഴ്സും. കാരണം നമ്മുടെ വീഡിയോസ് 1 മണിക്കൂറൊക്കെയാണ് ലെങ്ത് ഉള്ളത് കേട്ടോ. അത് 15,000, 16,000 ആൾക്കാർ, 20,000 ആൾക്കാർ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അത്രയും വലിയ സംഭവങ്ങൾ യൂണിവേഴ്സ് എന്നിലേക്ക് നൽകിയിരിക്കുന്നു. പിന്നെ ഞാനത് നന്ദി അല്ലാതെ എന്താ പറയുക? എനിക്ക് നന്ദി മാത്രം വാക്കുകൊണ്ട് പറഞ്ഞ് തീരുന്നതല്ല. അത്രയും സർപ്രൈസ് ആണ്. താങ്ക് യു ഫോർ ഓൾ മൈ വ്യൂവേഴ്സ്. നിങ്ങളാണ് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ ഇവിടെയും തരാമെന്ന് കരുതിയത്. ഇന്നൊരു പെങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു, സാറേ കാശില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. ഞാൻ സാറിന്റെ എങ്ങനെയാ ക്ലാസ്സിൽ കയറേണ്ടത്? യൂട്യൂബ് കണ്ടിട്ടാ പറയും. ഞാൻ അന്നേരം ലിങ്ക് അയച്ചു കൊടുത്തു. അഡ്മിന്മാരും അന്നേരം ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാ ദിവസത്തെയും ഫ്രീ ക്ലാസ്സിൽ കയറിക്കോളാം, നിങ്ങൾ മറ്റൊന്നും പഠിക്കാൻ വരുന്നില്ലെങ്കിൽ വരണ്ട. മറ്റവർക്ക് വേറെ ഉണ്ട് കേട്ടോ, അത് വളരെ 100% റിസൾട്ട് തരുന്നതാണ്. ഇവിടെയും നിങ്ങൾക്ക് ഇത്രയും ചെറിയ റിസൾട്ട് കിട്ടുമെങ്കിൽ അവിടെ എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ വെറും വഴികാട്ടി മാത്രമാണ്. ഒരു മിറാക്കിളുകളും എൻ്റെ കയ്യിലില്ല. വഴികാട്ടാൻ മാത്രമേ എനിക്കറിയൂ. അത് എനിക്ക് ദൈവം പറഞ്ഞു തന്ന വഴികൾ ഞാൻ നിങ്ങൾക്കായി പകർന്നു തരുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പോഴും ഒരു പ്രിപ്പറേഷനും ഇല്ല. നിങ്ങൾക്ക് ഈ ഇപ്പോൾ ചെയ്ത വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ പിങ്ക് ആനയോ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതൊന്നുമല്ല. ഇവിടെ എത്തുമ്പോൾ അങ്ങ് വരികയാണ്.
അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് മാത്രമാണ് വരിക. കൂടുതൽ കൂടുതൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാരിൽ എത്താൻ നോക്കുക. അതുപോലെ തന്നെ എൻ്റെ കോഴ്സിന് ചേരുക, എനിക്ക് കുറച്ച് കാശും കൂടി തരിക. അപ്പോഴും ഞാൻ കൂടുതൽ പൈസക്കാരനാവും, അപ്പോൾ ഞാൻ കുറച്ചും കൂടി നന്നാവും. അത് ആരും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുമ്പോൾ നിങ്ങളും നന്നാവും, ഞാനും നന്നാവും. അതുകൊണ്ട് നിങ്ങൾ ആരും സാറിന് കാശൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് കോഴ്സ് അങ്ങനെ ആവരുത്, കാരണം എനിക്കും വേണ്ടേ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വിഷയത്തിൽ പറയാനുള്ളത്. എല്ലാവരും നമുക്ക് കോഴ്സുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് വീണ്ടും ഒന്നുകൂടി പറയാം. നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച ഈ കാര്യം. ഇതിന്റെ ഒരുപാട് തലങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെ 4 തരത്തിലാണുള്ളത്. ഒന്ന് ബേസിക് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ, പിന്നെ ഈ പറഞ്ഞ ടെക്നിക്കുകളെല്ലാം ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നത് അതിന്റെ ഒരു അപ്പർ വേർഷൻ. മൂന്നാമത്തത് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, നാലാമത്തെ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ. അത്രയും വിശാലമായ സബ്ജക്റ്റാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഞാൻ അതിൻ്റെ ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ഒരു കോഴ്സ്. രണ്ടാമത്തത് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ്. മനസ്സിനെ പാകപ്പെടുത്തുക, മനസ്സിനെ പാകപ്പെടുത്തലിലൂടെ എന്തും സാധ്യമാവുള്ളൂ എന്ന് പഠിപ്പിച്ച് മനസ്സിനെ കൃത്യമായി പാകപ്പെടുത്തി റെഡിയാക്കി എടുക്കുന്ന കോഴ്സ് ജേർണി ടു ഹാപ്പിനെസ്. അതിൽ 100% റിസൾട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 1% പോലും വ്യത്യാസം വരില്ല. അത്രയും ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി നിന്നാണ് ഈ സാധനത്തെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇതുപോലെയായിരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഇതിന്റെ അടുത്ത വശം ഇവിടെ കുറച്ചും കൂടി ലിമിറ്റഡ് ആണ്. ഇതിന്റെ അടുത്ത തലമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിൽ വന്നവരൊക്കെ പറയും, നിങ്ങൾക്ക് അവരൊക്കെ ഒരു ദിവസം കൂടെ അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ഒരു ദിവസം അതിനു വേണ്ടി മാത്രം സെഷൻ വെക്കുന്നുണ്ട്, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം. അത് കാണുക. പിന്നെ ഉള്ളത് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതാണ്. മണി മാനിഫെസ്റ്റേഷൻ ആണ് ആ കാര്യത്തിൽ. അത് മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മണിയെ എങ്ങനെ നമ്മൾ കൂട്ടാം. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞ പോലെ എനിക്ക് 50 ലക്ഷം എന്നൊക്കെ അറിയിക്കുമ്പോൾ ഭയമാണ്, 1 ലക്ഷം 1 കോടി എന്ന് പറയുന്നത് ഭയമാണ്. അത്തരം കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അപ്പ് ചെയ്ത് നമ്മുടെ എനർജി അപ്പ് ചെയ്ത് ഒരു വലിയ പ്രോസസ് ഓഫ് ഒരു ക്ലാസ് അല്ല അപ്പുറത്തേക്ക്, അതൊരു കോഴ്സിന് അപ്പുറത്തേക്ക് ഒരു മെന്റർഷിപ്പ് പോലെ നടക്കുന്ന പ്രോഗ്രാമാണ് മണി മാനിഫെസ്റ്റേഷൻ. ശരി, കാശ് കൂടുതലാണ്, അത് തന്നാലേ മണി വേണമെങ്കിൽ, നിങ്ങൾക്ക് കോടികൾ വേണമെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് തരേണ്ടി വരും അല്ലേ. അത് മണി മാനിഫെസ്റ്റേഷൻ. പിന്നെയുള്ള 2 കോഴ്സുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. പിന്നെ 2 കോഴ്സുകൾ വേറെ ഉണ്ട്, അത് എല്ലാവർക്കും ഉപയോഗിക്കാം. വിഷൻ ബോർഡും പിന്നെ നമ്മുടെ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് വേറെ സെഷനാണ്. പിന്നെ അതുപോലെ തന്നെ വിഷൻ ബോർഡും ഗോൾ സെറ്റിംഗ്സും, അത് ചെറിയ കോഴ്സാണ്, വളരെ ചെറുതായി പെട്ടെന്ന് ചെയ്തു പോകാവുന്ന നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പിന്നെ 2 കോഴ്സ് വളരെ പവർഫുൾ ആയ കോഴ്സ് ഉണ്ട്, അതങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല, അത്രയും അത്യാവശ്യമുള്ളവർക്കാണ്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒരു രക്ഷയുമില്ല, നമ്മുടെ കർമ്മഫലം നമ്മളെ വിട്ടുപോകുന്നില്ല, അത്രയും ആ തലത്തിൽ അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നു. പരാജയത്തിന് പരാജയത്തിലേക്കാണ്, തൊട്ടതെല്ലാം പരാജയത്തിലേക്കാണ്. എങ്ങനെ വിചാരിച്ചാലും പോലില്ല, എന്താ പറയാ, എന്ത് ചെയ്താലും അത് അബദ്ധത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിൽ ആൾക്കാരുണ്ടാവും. അതിന്റെ പ്രധാന കാരണം നമ്മളുടെ മാത്രമല്ല, നമ്മുടെ കുറെ സഞ്ചിത കർമ്മത്തിന്റെയും ഒക്കെ പ്രാരാബ്ധ കർമ്മത്തിന്റെയും ഒക്കെ ഒരു ഫലമായിട്ടാണ്. അതിനെ ഹീൽ ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതൊരു കോഴ്സ് അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു സംഭവമാണത്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹീൽ ചെയ്തെടുത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് 1-to-1 സെഷനാണ്. അത് കോഴ്സായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ 1-to-1 ആണ്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഞാൻ ഇവിടെ കൊണ്ടു വിസ്തരിക്കുന്നില്ല, അത് എൻ്റെ ഒരു രീതി അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് ബാക്കി പ്രപഞ്ചത്തിന് അറിഞ്ഞോളൂ, പ്രപഞ്ചം കണക്ട് ചെയ്യുന്നുണ്ട്. 4-മത്തത് സോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനമാണ്. അത് വളരെ സ്പെഷ്യലൈസ് ആയിട്ട് വരുള്ളൂ, കുറച്ചും കൂടി സമയം എടുക്കും അതിന്റെ റിസൾട്ട് വരാൻ. സോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ്. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസിൽ അത്രയും സ്പിരിച്വാലിറ്റിയുമായി കണക്ട് ചെയ്യാൻ, അതിലൂടെ ജീവിതത്തെ നന്നാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കൂടുതൽ കോഴ്സിന് അങ്ങനെ അങ്ങ് പറയാറില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊന്ന് നേരിട്ട് കണ്ടക്ട് ചെയ്താൽ എല്ലാം അഡ്മിൻ പറഞ്ഞു തരും. ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ എൻ്റെ കോഴ്സ് ചേരൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പൊതുവെ ചെയ്യുന്നില്ല. അറിഞ്ഞ് ആൾക്കാർ വരുന്നതാണ്. അറിഞ്ഞ് ചെയ്യുന്നത്തെ അത്രയും ഗുണം കിട്ടില്ല പറഞ്ഞ് ചെയ്യുന്നത്, അല്ലെ. അറിയുക, നിങ്ങൾ അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരം തരും. എന്നിട്ട് നിങ്ങൾ ഇഷ്ടത്തോടെ വന്ന് ചെയ്യുമ്പോൾ 100% റിസൾട്ട് വരും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റ് ആൾക്കാർ ചെയ്യുന്ന പോലെ ആയിരിക്കും. ഞാൻ അതിനൊന്നും കമന്റ് ചെയ്യാനാണല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് നിങ്ങളോട് കൂടെ ചെയ്യാൻ വളരെ ഇഷ്ടം. ഗ്രൂപ്പിൽ ഒന്ന് അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ മതി. അഡ്മിന്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം, അവർ ഡീറ്റെയിൽസ് തരും. അതനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും മതിയല്ലോ. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും ഹാപ്പിയാണ് നോക്കട്ടെ. എല്ലാവരും മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട്, പുഞ്ചിരി പിരാതെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട്. വേണ്ട, നിങ്ങൾ വിട്ടോളൂ, ഇതൊന്നും വിഷയമല്ല. ജീവിതത്തിൽ ചിരിക്കാനുള്ള സമയത്ത് ചിരിച്ചു തന്നെ പോണെന്നേ. എന്തിനപ്പോ ബാക്കിയെല്ലാം ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കും? നാളെ എന്ത് സംഭവിക്കും ആർക്കറിയാം? നിങ്ങൾ ഇപ്പൊ പുഞ്ചിരിക്കൂ. ആശ ഒന്ന് പുഞ്ചിരിച്ചേ.
പുഞ്ചിരിക്കും. നാളത്തെ കാര്യം നാളെ, പിന്നെ വരുന്നത് എന്താണ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും രഞ്ജിത്ത് നിസാറിന്റെ പുഞ്ചിരി വരട്ടെ. രാജശ്രീ, യെസ് രാജശ്രീ, കീപ് എ സ്മൈൽ നൗ. യെസ്, താങ്ക് യു, താങ്ക് യു. ചാക്കോ സാറേ നല്ലൊരു പുഞ്ചിരി വരട്ടെ സാറേ. യെസ് 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 യെസ്. ഒന്നും പേടിക്കണ്ട, ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ളവരെല്ലാരും വിളിക്കുന്നില്ല, എല്ലാരും വിളിച്ചാൽ ഒരുപാട് സമയം പോവും. ഓക്കെ, ഏറെ സന്തോഷം എല്ലാവർക്കും. ശുഭരാത്രി, ശുഭനിദ്ര. അപ്പോൾ നാളെ രാവിലെ റിപ്പീറ്റ് ആയിട്ട് ഇത് തന്നെ നിങ്ങൾ യൂട്യൂബിലും പോയി കാണുക, അവിടെയും കമന്റ് ചെയ്യുക, 1-2 പ്രാവശ്യം കാണുക. ഓക്കെ, പക്ഷെ ഒരു കാര്യം എല്ലാവരോടും റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷൻ പ്രോസസ് ഒക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും ആരും ചെയ്തേക്കരുത്. ഞാനത് പറയാൻ ആദ്യം മറന്നുപോയി, ഇപ്പൊ ചെയ്തിട്ടാണ് പറയുന്നത്. കാര്യമില്ല, ഇനിയിപ്പോ ഇതിനെ കട്ട് ചെയ്ത് അവിടെ കൊണ്ടിടാൻ പറ്റുമോ എന്നറിയില്ല. ആരും വണ്ടി ഓടിക്കുമ്പോൾ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ വലുതാണ്. സാമ്പത്തികം വിച്ഛേദങ്ങൾ വെച്ചത് തീർച്ചയായും ഓട്ടോ ഡ്രൈവർക്ക് എന്താ സാറേ കുഴപ്പം? ഓട്ടോ ഡ്രൈവർ അല്ലേ ഇന്നത്തെ നമ്മുടെയൊക്കെ ഒരു സമൂഹത്തെ നയിക്കുന്നവരാണ് നിങ്ങൾ. ഓട്ടോ ഡ്രൈവർ, നിങ്ങൾക്ക് എന്തും സാധിക്കും. നിങ്ങൾക്ക് ഇത്രയും ആഗ്രഹിക്കാൻ പറ്റുമോ? അത് തന്നെ രക്ഷപ്പെട്ടു, പിന്നെ കഴിഞ്ഞു. ഇവിടെ ആൾക്കാർക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത വിഷമത്തിലാണുള്ളത്. നിങ്ങൾ അഡ്മിൻ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ, ഞാനതിന് ഹെൽപ്പ് ചെയ്യാം. അഡ്മിൻ നമ്പറിലേക്ക്. യെസ്, ഒരു മിനിറ്റ്. പറഞ്ഞോ. സർ, ഞാൻ ഇന്നലെയാണ് ഞാൻ അതിന്റെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ഇന്നലെ വിഷ്വലൈസ് ചെയ്തു, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണ്. ഒരു മിനിറ്റ്, നിങ്ങളെയാണ് ഞാൻ നേരത്തെ അന്വേഷിച്ചത്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നിങ്ങളെ ഇതിലെടുക്കാം, ലൈവ് എടുക്കാം. ക്യാമറ ഓൺ ആണോ? അതെ. എന്താ പേര്? ശില്പ. ശില്പ, ഓക്കെ ഓക്കെ, യു ആർ ദേർ. നിങ്ങൾ ഇന്ന് നേരത്തെ മുതലേ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ കരുതി നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അനുഭവം പറയാൻ ആളില്ലാന്ന് കരുതിയേക്കാം. ഓക്കെ, പറഞ്ഞോളൂ. സാറേ, ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് വലിയ എമൗണ്ടുകൾ ഇത് ചെയ്യുമ്പോൾ പേടി ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെറിയ എമൗണ്ടിലാണ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തത്. 5000 രൂപയാണ് ഞാൻ ഇന്നലെ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് വളരെ 48 hours എന്ന് സാർ പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് എന്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് 7500 രൂപ ഇട്ടെന്നു. അത് മാത്രമല്ല, എനിക്കൊരു കൊറോണയുടെ ടൈം കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഒരു 2500 രൂപ വാങ്ങിച്ചിരുന്നു. അത് അവൻ സാധാരണ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നീട് 1-2 തവണ ചോദിച്ചെങ്കിലും തരാൻ അവന് ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് എഴുതിത്തല്ല. 3 വർഷത്തിന് മുകളിലായി. ഇന്ന് രാവിലെ എനിക്ക് 2500 രൂപയും കൊണ്ടുവന്നു. മുഴുവൻ 10000 രൂപ എനിക്ക് എന്റെ കയ്യിൽ കിട്ടി. സാർ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഇരട്ടി നമുക്ക് കിട്ടട്ടെ എന്ന് സാർ ഇന്നലെ വിഷ് ചെയ്തിരുന്നല്ലോ. എന്റെ കാര്യത്തിൽ അത് ഇന്ന് അതുപോലെ സംഭവിച്ചു. എനിക്ക് ഇരട്ടി എമൗണ്ട്, ഞാൻ 5000 വിഷ് ചെയ്തു, ആഗ്രഹിച്ചു, 10000 എനിക്ക് കയ്യിൽ കിട്ടി. അപ്പൊ നാളെ ഇനി ഇന്നത്തെ വിഷിങ് 50 ലക്ഷമായിരിക്കും. അത് സാറേ, സാർ ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ ചിന്തകള്, നമ്മുടെ മനസ്സിന്റെ ആ ബോളിലെ വലിപ്പം കൂട്ടണം എന്ന്. പക്ഷെ ഞാൻ ഇന്ന് ഇപ്പൊ സാറ് പറഞ്ഞ നമ്മുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് എഴുതിയത് ഞാൻ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയൊരു എമൗണ്ട് ആയിരുന്നു. അതെനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഇന്നലെ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. എനിക്കത് വരുമ്പോ പേടി വരും. അപ്പൊ സാർ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ, അയ്യോ എനിക്കത് പറ്റുമോ എന്ന് എനിക്കൊരു എന്റെ ഉള്ളിലിരുന്ന് ആരും ഇങ്ങനെ വലിക്കുന്ന പോലെ തോന്നും. ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടുമോ എന്ന് ഒരു തോന്നലായിരുന്നു എനിക്ക് ഇത്രയും ദിവസം. പക്ഷെ ഞാനത് ഇന്ന് വിഷ്വലൈസ് ചെയ്തപ്പോ എനിക്ക് കറക്റ്റ് എനിക്ക് ആ എമൗണ്ട് എന്റെ ചെക്കിൽ എഴുതിയതായിട്ട് ഇങ്ങനെ കിട്ടിയതും എല്ലാം എനിക്കിങ്ങനെ എന്റെ മനസ്സിൽ എനിക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. സാർ, താങ്ക് യു വെരി മച്ച്. എല്ലാവരും ശില്പക്ക് ഒരു ലവ് കൊടുത്തേ, അല്ലെങ്കിൽ ഒരു താങ്ക് യു പറഞ്ഞ എല്ലാവരും. കാരണം നമ്മളത് പറഞ്ഞാൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളേ. അതുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞാലും മതി. നിങ്ങൾ അത് ടൈപ്പ് ചെയ്താൽ മതി. എല്ലാവർക്കും എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ശില്പ. വെൽക്കം. So powerful. Universe, you are so strong. Thank you, sir. Thank you. അപ്പൊ നമുക്ക് താങ്ക് യു. എന്റെ സ്നേഹം, നന്ദി എല്ലാവർക്കും എല്ലാ അബണ്ടൻസും, എല്ലാ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശില്പ കുറച്ചും കൂടി പവർഫുൾ കേട്ടാണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചേരാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ചേരാം സാറേ. ഓക്കെ, ശരി. താങ്ക് യു സർ. സത്യമായിട്ട് ഞാൻ നല്ല സന്തോഷവാനാണ്. കാരണം ഈ ഒരു മാസം എടുത്ത എഫേർട്ട് മുഴുവൻ ഇവിടെ കാണാൻ പറ്റുന്നു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ഫീലിങ്സ് പറയുന്നതിൽ ഒബ്വിയസ്ലി ആയിട്ടും ഒരു കോച്ച് എന്ന രീതിയിൽ ഐ എം സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ്ഫുൾ ഫോർ യു പീപ്പിൾ. നിങ്ങളാണ് നമ്മുടെ അത്രയും ഈ പ്രചോദനം നൽകുന്നതും. ഞാൻ എൻ്റെ ഓഫീസിൽ നല്ല തിരക്കുള്ള ഒരാളാണ്. അതിൻ്റെ ഇടയിലും ഈ ഓടിച്ചാടി വന്ന് നിൽക്കുന്നതും, അല്ലെങ്കിൽ ഞാൻ മുമ്പേയൊക്കെ കുറേ ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിൽ വരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് കാര്യങ്ങളായാലും എനിക്ക് ഇതിന്റെ സമയമാകുമ്പോൾ ഞാൻ വീട്ടിലെത്തിക്കോളും. എന്ത് തിരക്ക്, അത് തിരക്കുകളൊക്കെ ഒഴിഞ്ഞു മാറുന്നു. എനിക്ക് ഒരു കോള് പോലും വരുന്നില്ല. കണ്ടോ, ഞാനോട് 2 ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പ്രപഞ്ചത്തിന്റെ ഒരു വല്ലാത്തൊരു ഇതാണ്. ഒന്ന് അഡ്മിൻ നമ്പർ ഒന്നുകൂടി ഷെയർ ചെയ്യോ
അഡ്മിൻ സീന ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ബാക്കി നിങ്ങൾ എല്ലാവരും യൂട്യൂബ് കാണണം. യൂട്യൂബ് കാണുന്നവരോട് എല്ലാവരും പ്രത്യേകത ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നു. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഉള്ളവരും ഒന്ന് പോയിട്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ അനുഭവിച്ച കാര്യം ഒന്ന് അവിടെ അറിയിക്കുക. ആൾക്കാരിലേക്ക് മാക്സിമം എത്താൻ പറ്റട്ടെ, അവർ മാക്സിമം വരട്ടെ. അവരെല്ലാവർക്കും ഇതുപോലെ നമുക്ക് അടുത്ത ആഴ്ച ആകുമ്പോൾ 100 കഴിയും. പിന്നെ സൂമിൻ പുറത്തായിരിക്കും പലരും. ഇനി തൽക്കാലം സൂം കൂടുതൽ എടുക്കണമെന്ന് ആലോചിക്കില്ല, അറിയാം. ഇതെല്ലാം ആ സമയത്ത് വിട്ടുകൊടുക്കുക. എല്ലാവരും കാണുക, അറിയിക്കുക. നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു.